പരിഷ്കരിച്ച മദ്യനയം സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരും. ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പേ ചർച്ചകൾ പൂർത്തിയാക്കി മദ്യനയം കൊണ്ടുവരാൻ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മദ്യനയ ചർച്ചകൾ തൽക്കാലത്തേക്ക് മന്ത്രിസഭ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു സമയം കുറച്ച് തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. ചർച്ച തുടങ്ങുന്ന സമയത്തേക്ക് തയ്യാറാക്കി വെച്ച വിവാദം ആദ്യം എടുത്ത് പുറത്തുവിട്ടതാണെന്ന് തോന്നുന്നു. നയം അധികം വൈകാതെ വരും. നയം ഇപ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ചർച്ചകളുടെ ഒരു റൗണ്ട് ചർച്ച നടത്തി ഒരു കരട് തയ്യാറാക്കി. അപ്പോൾ ചില കൺസൾട്ടേഷൻ കൂടി വേണം എന്ന് വന്നു. ആ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, അധികം വൈകാതെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ മദ്യനയത്തിൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുക, രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം ബാർ സമയം കൂട്ടുക, ടൂറിസം മേഖലകളിൽ ബിയറും വൈനും ലഭ്യമാക്കാൻ ഇളവുകൾ നൽകുക എന്നിവയായിരുന്നു കരട് നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ മദ്യനയം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ഇതിനായുള്ള ചർച്ചകൾ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും ടൂറിസം മേഖലയിൽ മാത്രമായി ചുരുക്കാനാണ് പുതുക്കിയ നയത്തിലെ നിർദ്ദേശം. മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പണപ്പിരിവ് നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണമായി മാറിയിരുന്നു. ഇതോടെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ പിന്നോട്ടാഞ്ഞത്. ജനം, തിരുവനന്തപുരം.